ചില മനുഷ്യരുണ്ട്, അവരുടെ ആയുസ് മുഴുവൻ അവർ ശ്രമിക്കുന്നത് കുട്ടിക്കാലത്ത് കിട്ടിയ ചില മുറിവുകൾ നോക്കാനാണ്. പുറത്തുള്ളവർ നോക്കുമ്പോൾ അതൊരു സാധാരണ കുട്ടിക്കാലമായിരിക്കും. അവിടെ വലിയ അടിപിടികളോ അല്ലെങ്കിൽ പുറമേ കാണുന്ന തരത്തിലുള്ള ഉപദ്രവങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ ചില വാക്കുകൾ അത് വീണ്ടും വീണ്ടും കേട്ട് കേട്ട് അവരുടെ ഉള്ളിൽ അതൊരു കല്ല് പോലെ ഉറച്ചു പോയിട്ടുണ്ടാവും. എനിക്കൊന്നിനും കഴിയില്ല, ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല അല്ലെങ്കിൽ യോഗ്യയല്ല എന്നൊക്കെയുള്ള തോന്നലുകൾ. ഇതിലേറ്റവും സങ്കടകരമായ കാര്യം എന്താണെന്നോ, ഈ വാക്കുകളൊന്നും പറഞ്ഞത് പുറത്തുള്ളവരല്ല, സ്വന്തം വീട്ടിൽ നിന്നുള്ളവർ തന്നെയാണ്. ഏറ്റവും സുരക്ഷിതമെന്ന് നമ്മൾ കരുതിയ ആ 4 ചുവരുകൾക്കുള്ളിൽ നിന്നാണ് ആ മുറിവുകളുണ്ടായത്. നമ്മൾ ഈ ടോക്സിക് പാരന്റിംഗ് എന്ന് കേൾക്കുമ്പോൾ വിചാരിക്കുന്നത് ഭയങ്കര എന്തോ സംഭവമാണെന്നാണല്ലേ. പക്ഷെ സത്യം അതല്ല. പലപ്പോഴും ഇതൊന്നും പുറമേ കാണില്ല, വളരെ നിശബ്ദമായിരിക്കും. ദേഷ്യം വരുമ്പോൾ പറയുന്ന ഒരു വാക്ക്, അല്ലെങ്കിൽ തമാശയാണെന്ന് പറഞ്ഞ് കളിയാക്കുന്ന ചില കാര്യങ്ങൾ, എപ്പോഴും മറ്റുള്ളവരുമായി നമ്മൾ താരതമ്യം ചെയ്യുന്നത്, ഇതൊന്നും അത്ര നിസ്സാരമല്ല. സമയം കടന്നു പോകും തോറും ഈ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ വലിയ മുറിവുകളുണ്ടാക്കും. ഞാൻ എന്തിനും അയോഗ്യനാണ്, അല്ലെങ്കിൽ എന്നൊന്നിനും പറ്റില്ല എന്ന് നമ്മൾ തന്നെ ചിന്തിച്ചു തുടങ്ങും. അവിടെയാണ് നമ്മൾ ആരും അധികം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു സത്യമുള്ളത്. ഓൾ ചിൽഡ്രൻ ഡിസേർവ് പാരൻസ്, ബട്ട് നോട്ട് ഓൾ പാരൻസ് ഡിസേർവ് ചിൽഡ്രൻ എന്ന് പറയും. എന്ന് വെച്ചാൽ എല്ലാ മക്കളും നല്ല മാതാപിതാക്കളെ അർഹിക്കുന്നുണ്ട്, പക്ഷെ എല്ലാ മാതാപിതാക്കളും മക്കളെ അർഹിക്കുന്നില്ല എന്ന്. കാരണം മക്കൾക്ക് ഭക്ഷണവും താമസിക്കാൻ ഒരിടവും കൊടുത്തതുകൊണ്ട് മാത്രം ആരും നല്ല മാതാപിതാക്കളാവുന്നില്ല. നിങ്ങളുടെ വാക്കുകൾ കൊണ്ടാണ് നിങ്ങളൊരു മനുഷ്യനെ വാർത്തെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ടോക്സിക് പാരന്റിങ് തിരിച്ചറിയുന്നത്? മാതാപിതാക്കൾ മക്കളോട് പറയുന്ന അവരുടെ ജീവിതത്തെ തന്നെ ബാധിച്ചേക്കാവുന്ന 8 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കേൾക്കാൻ പോകുന്നത്. പുറമെ നോക്കുമ്പോൾ സിമ്പിളാണ് തോന്നുമെങ്കിലും ഒരു കുട്ടിയുടെ മനസ്സിൽ ഇതൊരു വലിയ മുറിവായിട്ട് തന്നെ കിടക്കും. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഇതിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളിലെ രക്ഷിതാവ് ഇതിൽ എത്ര കാര്യങ്ങൾ മക്കളോട് ചെയ്യുന്നുണ്ട് എന്ന് നോക്കുക. ഒന്നാമത്തെ കാര്യമാണ് അവരുടെ രൂപത്തെ കളിയാക്കുന്നത്. നിന്റെ കോലെന്ത് എങ്ങനെയായി? നീ എന്തെങ്ങനെ തടിച്ചുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ രണ്ടാളും ഇങ്ങനെയല്ലല്ലോ. നീ എന്തെങ്ങനെ മെലിഞ്ഞുണങ്ങി വരുന്നത്? തിന്നുന്നൊക്കെ എങ്ങോട്ടാ പോണ്? എന്ത് കോലാടി നിന്റെ മുടി? ചില മാതാപിതാക്കൾക്ക് ഇതൊക്കെ വെറും ഒരു തമാശയായിരിക്കാം. പക്ഷെ ഒരു കുട്ടിയെ സംബന്ധിച്ച് അതൊക്കെ വലിയ സത്യങ്ങളാണ്. വീട്ടിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു ആത്മവിശ്വാസത്തിന് പകരം അവരുടെ ഉള്ളിൽ വളരുന്നത് അപകർഷതാബോധമാണ്. സ്വന്തം ശരീരത്തെ സ്നേഹിക്കുന്നതിന് പകരം അവർക്ക് അവരോട് തന്നെ വെറുപ്പ് തോന്നി തുടങ്ങും. പിന്നീട് ഇത് വലിയ മാനസിക വിഷമങ്ങളിലേക്കും ഭക്ഷണത്തോടൊക്കെയുള്ള ഒരു പേടിയിലേക്കും, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ അല്ലേ, അതിലൊക്കെ ഇത് അവരെത്തിക്കും. സ്വന്തം വീട്ടിൽ നിന്നാണ് ഒരു കുട്ടി സ്വയം സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ സ്വയം സംശയിക്കാൻ പഠിപ്പിക്കല്ല വേണ്ടത്. രണ്ടാമത്തെ കാര്യമാണ് അവരുടെ പെരുമാറ്റത്തെ കളിയാക്കുന്നത്. മോക്കിംഗ് ദെയർ ബിഹേവിയർ എന്ന് പറയാം. നീ എന്തെങ്ങനെ കാണിക്കുന്നത്? നീ എന്താ പൊട്ടനാ? ബുദ്ധിയില്ല നിനക്ക്? എല്ലാവരും പോലെ മര്യാദയ്ക്ക് പെരുമാറിക്കൂടെ നിനക്ക്? നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. കുട്ടികൾ ഒരിക്കലും മാതാപിതാക്കളെ സംശയിക്കില്ല, പകരം അവർ പറയുന്ന അപ്പടി വിശ്വസിക്കും. അപ്പോൾ ഓരോ കാര്യത്തിനും അവരെങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ എൻ്റെ ഉള്ളിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് അവർ സ്വയം വിശ്വസിച്ചു തുടങ്ങും. ഈ ഒരു പേടി അവരുടെ ജീവിതകാലം മുഴുവൻ പിന്തുടരും. സ്കൂളിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും എന്തിന് വളർന്ന് വലുതായപ്പോലും മറ്റുള്ളവരുടെ മുന്നിൽ സ്വന്തം വ്യക്തിത്വം തുറന്നു കാണിക്കാൻ അവർക്ക് പേടിയായിരിക്കും. ചുരുക്കത്തിൽ മറ്റാരോ ആകാൻ വേണ്ടി അവരെപ്പോഴും കഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ കാര്യം, അവർ ജനിച്ചതേ തെറ്റാണെന്ന് തോന്നിപ്പിക്കുന്നത്. വിഷിംഗ് ദേ ഡിഡ്ന്റ് എക്സിസ്റ്റ്. നിന്നെയൊക്കെ ഉണ്ടാക്കിയ നേരം കൊണ്ട് പറയാറില്ലേ? പിന്നെ നിൻ്റെയൊക്കെ സ്ഥാനത്ത് ഒരു ആൺകുട്ടിയായിരുന്നെങ്കിൽ അല്ലെങ്കിൽ പെൺകുട്ടിയായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലായിരുന്നു. അല്ലെങ്കിൽ നീ ജനിച്ച അന്ന് തുടങ്ങിയത് എൻ്റെ കഷ്ടകാലം, നിന്നെയൊക്കെ എന്തിനാണ് ദൈവം എനിക്ക് തന്നത്? അല്ലെങ്കിൽ നിൻ്റെ തലവട്ടം കണ്ടപ്പോൾ തുടങ്ങിയത് എൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെ പറയാറില്ലേ? വിശ്വസിക്കൂ, ഒരു കുട്ടിക്ക് കേൾക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശാപവാക്കുകളാണ് ഇതൊക്കെ. ഇതുപോലെ ഒരു ദേഷ്യത്തിന് പറയുന്നതാണെന്ന് ചിലപ്പോൾ മാതാപിതാക്കൾ വിചാരിക്കുകയായിരിക്കും. പക്ഷേ ആ കുട്ടിയുടെ ഉള്ളിൽ ഇതൊരു വലിയ മുറിവായിട്ട് മാറും. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹനാണോ എന്ന് പോലെ അവർ ചിന്തിച്ചു തുടങ്ങും. നമ്മുടെ ഐഡൻറ്റിറ്റി തന്നെ ഇത് തകർത്ത് കളയും. ഇതിനേക്കാൾ വലിയൊരു മാനസിക വിഷമം വേറെ ഉണ്ടാവില്ല. സ്വന്തം വീട്ടിൽ വെച്ച് തന്നെ ആർക്കും വേണ്ട, ഞാനൊരു ഭാരമാണെന്ന് തോന്നൽ കുട്ടിക്കുണ്ടായാലും അത് അവരുടെ ജീവിതകാലം മുഴുവൻ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അത് മറക്കരുത്. നാലാമത്തെ കാര്യം, മക്കളൊരു ഭാരമായി തോന്നിപ്പിക്കുന്നത്. മേക്കിംഗ് ദം ഫീൽ ലൈക്ക് ബേർഡൻ. നിന്നെക്കൊണ്ട് ഞാൻ തോറ്റു, നിനക്ക് വേണ്ടി എത്ര പൈസയാടി ഞാൻ കളയുന്നത്, നീ കാരണം എൻ്റെ സമാധാനം പോയി, എൻ്റെ ജീവിതം തന്നെ എങ്ങനെയായി. ഇതൊക്കെ കേൾക്കുമ്പോൾ ആ പിള്ളേരുടെ ഉള്ളിൽ എന്താ നടക്കാമെന്നറിയോ? അവർ പതുക്കെ പതുക്കെ അങ്ങോട്ട് ഒതുങ്ങിക്കൂടും, ഉൾവലിയും. താനോ അധികപ്പറ്റാണോ എന്ന് അവർ തോന്നി തുടങ്ങും. പിന്നെ അവർക്കൊരു ആവശ്യമുണ്ടെങ്കിൽ പോലും അത് പുറത്ത് കാണിക്കാൻ പേടിയായിരിക്കും അവർക്ക്. സങ്കടം വന്നാൽ പോലും ആരോടും പറയാതെ അവർ ഉള്ളിലൊതുക്കി ഒറ്റയ്ക്കിരുന്ന് കരയും. ഏറ്റവും വലിയ സീൻ എന്താണെന്നോ, ഇങ്ങനെയുള്ളവർ വളർന്നു വലുതായാൽ പോലും മറ്റൊരാളോട് ഒരു സഹായം ചോദിക്കാൻ ഭയങ്കര മടിയായിരിക്കും. ഞാനൊരു ശല്യമാകുമോ എന്നൊരു ആ ഒരു പേടിയും കുറ്റബോധം അവരെ വിട്ടുപോയില്ല. സ്വന്തം വീട്ടിൽ തന്നെ താനൊരു വേണ്ടാത്തവനാണെന്ന് തോന്നുന്നത് ഇത്ര വലിയ കഷ്ടമാണല്ലേ. അഞ്ചാമത്തെ കാര്യം, മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത്. കമ്പയറിങ് ദം ടു അതേഴ്സ്. ഇപ്പം നിനക്ക് നിൻ്റെ ചേട്ടൻ അല്ലെ അനിയനെ കണ്ട് പഠിച്ചൂടെ?
നിൻ്റെ അത്ര വേണ്ട മറ്റു കുട്ടികൾ. മറ്റുള്ള പിള്ളേരെ നോക്കുക, അവർ എത്ര ഉഷാറാണ്, നീ മാത്രം എന്തെങ്ങനെ? അയലക്കത്തെ കുട്ടിയെ കണ്ടോ, അവനല്ലെങ്കിൽ അവൾ നിനക്ക് എത്ര ഭേദമാണ്. പല മാതാപിതാക്കളും വിചാരിക്കുന്നത് ഇങ്ങനെ പറഞ്ഞാൽ മക്കൾ നന്നാവുമെന്നാണ്. പക്ഷെ സത്യം അതല്ല. ഇത് അവർക്ക് വളരാനുള്ള ആവേശം നൽകുകയല്ല ചെയ്യുന്നത്, മറിച്ച് അവരുടെ ഉള്ളിൽ അപകർഷതാബോധം ഉണ്ടാക്കുകയാണ്. താൻ എന്ത് ചെയ്താലും അത് മതിയാവില്ല, തന്നൊന്നിനും കൊള്ളില്ല എന്നവർ വിശ്വസിച്ചു തുടങ്ങും. ഇതിലും വലിയ പ്രശ്നം എന്താണെന്നോ, കൂടപ്പിറപ്പുകൾ തമ്മിലാണ് താരതമ്യം ചെയ്യുന്നതെങ്കിൽ അവർക്കിടയിൽ സ്നേഹത്തിന് പകരം അസൂയയും ദേഷ്യവുമാണ് വളരുക. ഓരോ കുട്ടിക്കും അവരുടേതായ കഴിവുകളുണ്ട്, അവരുടേതായ വ്യക്തിത്വമുണ്ട്. അതുകൊണ്ട് അവരായിട്ട് തന്നെ വളരാൻ വിടണം. 6ാമത്തെ കാര്യമാണ് വാക്കുകൾ കൊണ്ടുള്ള ആക്രമണം, വെർബൽ അബ്യൂസ് എന്ന് പറയും. നീയൊക്കെ വെറും വേസ്റ്റാ, നിനക്ക് തലയിൽ ആൾത്താമസമില്ലേ, നീ ഒന്നും ജീവിതത്തിൽ ഒരു കാലത്തും ഗുണം പിടിക്കില്ല, നോക്കിക്കോ. പലപ്പോഴും മാതാപിതാക്കൾ ഇതൊക്കെ ഒരു ദേഷ്യത്തിന് പറയുന്നതാകും. പക്ഷേ ഈ വാക്കുകൾ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അന്തരീക്ഷത്തിൽ അലിഞ്ഞു പോവുകയല്ലേ ചെയ്യുന്നത്, അത് അവിടെ തന്നെ നിൽക്കും. ആ കുട്ടിയുടെ ഉള്ളിൽ അതൊരു റെക്കോർഡ് പോലെ വീണ്ടും വീണ്ടും പ്ലേ ചെയ്തുകൊണ്ടിരിക്കും. ഒടുവിൽ അത് അവരുടെ ഉള്ളിൽ സ്വന്തം ശബ്ദമായിട്ട് മാറും. ഞാനൊന്നിനും കൊള്ളാത്തവനാണെന്ന് അവർ ഉറച്ച് വിശ്വസിക്കും. സത്യത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ ആ കുട്ടിയുടെ സ്വപ്നങ്ങൾക്ക് കുറുകെ കിട്ടുന്നൊരു വലിയ മതിൽ പോലെയാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് അവർക്ക് ആത്മവിശ്വാസം കൊടുക്കാൻ പറ്റണം, അല്ലാതെ അത് അവരുടെ ജീവിതം തന്നെ തകർക്കാനാവരുത്. 7ാമത്തെ കാര്യമാണ് ഉപേക്ഷിച്ച് പോകുന്ന ഭീഷണി, ത്രെട്ടണിങ് അബാൻഡൻമെൻറ്റ്. എന്നെ ഇങ്ങനെ വെറുപ്പിച്ചാൽ ഞാൻ നിന്നെ ഇട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോകും, ഒരു ദിവസം ഞാൻ അവിടെ നിന്ന് അപ്രത്യക്ഷമാവും, പിന്നെ നീ എന്നെ കാണില്ല, എനിക്ക് വയ്യ നീ നിന്നെ നോക്കാൻ, ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവുകയാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് കുട്ടികളെ പേടിപ്പിക്കാൻ ഇതൊക്കെ ബെസ്റ്റ് വഴികളാണെന്നാണ്. പക്ഷേ സത്യത്തിൽ ഇത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. തന്നെ സംരക്ഷിക്കേണ്ടവർ ഉപേക്ഷിച്ച് പോകുമെന്ന് കേൾക്കുമ്പോൾ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാകുന്നൊരു പേടിയുണ്ടല്ലോ, അത് വിവരിക്കാൻ പറ്റില്ല. ലോകത്ത് താൻ ഒറ്റയ്ക്കായി പോകുമെന്ന് തോന്നൽ ആ കുഞ്ഞു മനസ്സിൽ അങ്ങോട്ട് ഉറച്ചു പോകും. ഇതിന് വലിയൊരു കുഴപ്പം എന്താണെന്നോ, ഇവർ വളർന്ന് വലുതായാലും ഒരു റിലേഷൻഷിപ്പിലും ഇവർക്ക് സമാധാനം ഉണ്ടാവില്ല. താൻ സ്നേഹിക്കുന്നവരൊക്കെ തന്നെ വിട്ടുപോകുന്ന പേടി കാരണം ആരെയും വിശ്വസിക്കാൻ ഇവർക്ക് കഴിയില്ല. എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഇവരെ വേട്ടയാടിക്കൊണ്ടിരിക്കും. സ്വന്തം വീട്ടിൽ തന്നെ സുരക്ഷിതനല്ല എന്ന് തോന്നുന്നത് എത്ര വലിയ കഷ്ടമാണല്ലേ. 8ാമത്തെ കാര്യം വെറും വാഗ്ദാനങ്ങൾ നൽകുന്നത്, ബ്രോക്കൺ പ്രോമിസസ് എന്ന് പറയാം. അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും അവിടെ പോകും, നീ പരീക്ഷയിൽ ജയിച്ചാൽ നിനക്ക് എന്തായാലും ഇത് വാങ്ങിത്തരും, അടുത്ത മാസം നോക്കാം. ഇതൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഡയലോഗുകളാണ്, അല്ലെങ്കിൽ പറയുന്ന ഡയലോഗുകളാണ് അല്ലേ. പക്ഷേ അടുത്ത തവണ ഒരിക്കലും വരില്ല. നമ്മൾ വിചാരിക്കും പിള്ളേരല്ലേ ഇതൊക്കെ പതുക്കെ മറന്നോളൂമെന്ന്. പക്ഷെ ഒരിക്കലും ഇല്ല. ഒരു കുട്ടിയെ സംബന്ധിച്ച് അതൊരു വെറും വാഗ്ദാനമല്ല, അതൊരു വലിയ വിശ്വാസമാണ്. സത്യസന്ധതയെക്കുറിച്ചും ഒരാളെ എങ്ങനെ വിശ്വസിക്കണമെന്നതിനെക്കുറിച്ചും അവർ ആദ്യം പഠിക്കുന്നത് മാതാപിതാക്കളിൽ നിന്നാണ്. ആ വിശ്വാസമാണ് നമ്മൾ ഓരോ തവണയും ഉടച്ചു കളയുന്നത്. ഇങ്ങനെ വീണ്ടും വീണ്ടും പറ്റിക്കപ്പെടുമ്പം അവർക്ക് മറ്റുള്ളവരുടെ വിശ്വാസം തന്നെ പോകും. ആരും പറയുന്ന വാക്ക് പാലിക്കില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറച്ചു പോകും. അതുകൊണ്ട് മക്കൾക്കൊരു വാക്ക് കൊടുക്കുമ്പോൾ അത് പാലിക്കാൻ പരമാവധി ശ്രമിക്കുക. പറ്റില്ലെങ്കിൽ വെറുതെ മോഹിപ്പിക്കാതിരിക്കുക. ഇതാണ് ഇതിൻ്റെയൊക്കെ പിന്നിലെ യഥാർത്ഥ സത്യം. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുമ്പോൾ ദേഹത്ത് നീലിച്ച പാടുകളൊന്നും അല്ലെങ്കിൽ മുറിപ്പാടുകളൊന്നും ഉണ്ടാവില്ലായിരിക്കാം. പക്ഷേ പുറമേ കാണാൻ പറ്റാത്ത അത്രയും വലിയ മുറിവുകൾ അത് ആ മനസ്സിലുണ്ടാക്കും. നമ്മൾ ആരാണ്, നമ്മൾ എന്തിനൊക്കെ അർഹരാണ്, ഈ ലോകം എങ്ങനെയുള്ളതാണ് എന്നൊക്കെ ഒരു കുട്ടി പഠിക്കുന്നത് അവരുടെ കുട്ടിക്കാലത്ത് നിന്നാണ്. പലപ്പോഴും നമ്മൾ അവരോട് എങ്ങനെ സംസാരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ ആ ഒരു പഠനം. അതുകൊണ്ട് നിങ്ങളിപ്പോൾ ഒരു മാതാപിതാവാണെങ്കിൽ അല്ലെങ്കിൽ ഭാവിയിൽ അങ്ങനെ ആകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം എപ്പോഴും ഓർക്കുക, നിങ്ങൾ ഇന്ന് അവരോട് പറയുന്ന വാക്കുകളുണ്ടല്ലോ, അതാണ് നാളെ അവരുടെ ഉള്ളിലെ ശബ്ദമായിട്ട് മാറാൻ പോകുന്നത്. ആ ശബ്ദം അവരെ തളർത്തുന്നതാകണോ അല്ലെങ്കിൽ വളർത്തുന്നതാകണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അനുഭവം താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണേ. പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ ഇത് ആരുടെങ്കിലും പറയേണ്ട കാര്യമാണല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെന്ന് തോന്നുന്നെങ്കിൽ താഴെ യെസ് എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചെയ്യുക. അപ്പോൾ സ്റ്റേ പോസിറ്റീവ്, സ്റ്റേ ഹാപ്പി.